ഹായ് ഗായ്സ്, എന്തായാലും ഇപ്പോഴത്തെ ചൂടൊക്കെ അങ്ങനെ വെയിലൊക്കെ തന്നിട്ട് ഞങ്ങൾ ഈവനിങ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങി. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കടയിൽ കയറിയത് ഇറങ്ങിയപ്പോഴത്തേക്കും നേരെ ഇരട്ടി. ഞങ്ങൾ പിന്നെ അവിടുന്ന് ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിലേക്കാണ് പോയത്. അവിടുന്ന് ചപ്പൽസൊക്കെ നോക്കി അവിടുന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്നുള്ള പ്ലാനിൽ അവിടുന്ന് ഇറങ്ങി. ലൊക്കേഷൻ ഇട്ട് ഏതൊക്കെയോ വഴി കൂടെ ലാസ്റ്റ് ഞങ്ങൾ ബീച്ച് റോഡിലെ സ്ലൈസ് ബേക്സിലെത്തി. ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തു. കുറച്ച് ടൈം എടുക്കും എന്നവർ പറഞ്ഞു. സോ അത്രയും ടൈം നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. സോ ഞങ്ങൾ ഒരു കോഫി കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫി വന്നു. വെറുതെ കോഫി കുടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പലഹാരം എത്തി. ഞാൻ സമൂസയായിരുന്നു പറഞ്ഞിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെയും പാഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഫൈനലി അതും കിട്ടി. വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നേരെ ആ വണ്ടി എത്തിച്ചേർന്നത് കൊല്ലം ബീച്ചിലാണ്. രാത്രിയിലത്തെ ബീച്ച് വൈബ് ജസ്റ്റ് നമ്പർ 1, 2, 3. ഞങ്ങൾ 3 പേരും കൂടെ രാത്രിയിൽ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് എത്തിയേക്കാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് കടലിൽ കാല് നനയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അവൾ കാല് നനയ്ക്കുന്ന കണ്ട് എനിക്കൊരു തൊല വന്ന് ഞാനും ഇറങ്ങി കാലൊക്കെ നനച്ചു. എന്നിട്ട് കുറച്ച് ചളിയൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ വീണ്ടും അവിടെ പെനി ഐസ് ക്യാൻഡി ഉണ്ട്, അവിടേക്കാണ് പോയത്. പിന്നെ ഫുൾ കൺഫ്യൂസ്ഡ്, എന്തെടുക്കും എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. എന്ത് കൺഫ്യൂഷനല്ലേ, എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് സാധനങ്ങളുണ്ട്. ഒരാൾ ചോക്ലേറ്റ് പറഞ്ഞു, ഒരാൾ ടെൻഡർ കോക്കനട്ട് പറഞ്ഞു, ഒരാൾ ബിസ്കോഫ് പറഞ്ഞു. അങ്ങനെ 3 ഐറ്റവും കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നുണയൊക്കെ പറഞ്ഞ് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഏതാണ്ട് 9-9:15 ടൈമായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ബൈ ഗായ്സ്.